ഹലോ, ഏഷ്യാവിഷന്റെ സന്ദീപ് അല്ലേ? അല്ല, ജമാൽ, ചന്ദ്രഗിരിയിലെ. അയ്യോ, SP സാറിന്റെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷെ ചൂട് കാലമല്ലേ, അതുകൊണ്ട് അവർക്കൊക്കെ ചന്ദ്രഗിരിയുടെ വക അവിടെ ഒരു ട്രീറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേര് ഗുണ്ടായിസം. മോർണിംഗ് വാ. ഇതിന്റെ പേരല്ല ഗുണ്ടായിസം, ഇതിന്റെ പേരാണ് ഗുണ്ടായിസം. ചലക്കാണ്ട മിണ്ടായിരുന്നാണ് മിണ്ടാടിച്ചു തീർക്കണം. What the hell is going on? അവന്റെ അമ്മയോട് പ്രതി അത്യന്തം ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ആദരണീയനും സർവസമ്മതനും നാളിതുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടില്ലാത്ത എന്റെ കക്ഷിയെ മനഃപൂർവ്വം സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്യാൻ കെട്ടിച്ചമച്ചതാണ് ഈ കേസ്. അത് വ്യക്തമാക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ദയവ് ചെയ്ത് എന്നെ അനുവദിക്കണം. Yes, proceed. താങ്ക് യു യുവർ ഓണർ. കൊല ചെയ്യപ്പെട്ട SP ചന്ദ്രശേഖരൻ തയ്യാറാക്കിയ FIR. അന്ന് ആ ആംബുലൻസ് ഓടിച്ചിരുന്ന മുസ്തഫ എന്ന റസൂൽ മുസ്തഫ. സാർ, വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. അതിനകത്ത് കള്ളനോട്ടാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പോലീസ് പറഞ്ഞപ്പോഴാ സാറേ ഞാൻ എല്ലാം അറിയുന്നത്. എല്ലാം അന്നപൂർണക്കാർ ചെയ്തതാ സാറേ. അവരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. റസൂൽ മുസ്തഫ എന്ന മുസ്തഫയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാനാണ് കോടതിക്ക് താല്പര്യം. പ്രതിയാണെന്ന് കുറ്റമാരോപിച്ച് പോലീസ് ഹാജരാക്കിയ മാധവനെ നിരുപാധികം വിട്ടയക്കാനും റസൂൽ മുസ്തഫയെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡിൽ വെക്കാനും കോടതി ഉത്തരവിടുന്നു. മുസ്തഫയുടെ മൊഴിയിൽ പരാമർശിക്കപ്പെട്ട അന്നപൂർണ ഗ്രൂപ്പിന്റെ ഉടമസ്ഥരായ ഭാർഗവനുണ്ണി, രാമനുണ്ണി, കൃഷ്ണനുണ്ണി എന്നിവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കേണ്ടതാണെന്നും ഇതിനാൽ കോടതി പോലീസിനെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിനകത്തുണ്ടായിരുന്നോ? എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്നുണ്ടാവും നീ. വെറുതെയാ. വരാൻ പോകുന്ന വലിയ മത്സരത്തിന്റെ ഭൂമി പൂജ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഗുരുതി വരാനിരിക്കുന്നതേയുള്ളൂ. അതിന് ക്ഷണിക്കാൻ വന്നതാവും ഏട്ടന്മാരെല്ലാരും കൂടെ. ക്ഷണിച്ചില്ലെങ്കിൽ നീ വരും. അതിനുള്ള വിദ്യയൊക്കെ ഞങ്ങൾക്കറിയാം. നീതിന്യായ വ്യവസ്ഥിതിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതിയിൽ നിന്ന് ഒരു അറസ്റ്റ് വാറന്റ് വന്നാൽ ഉടനെ പേടിച്ച് വരേണ്ട നാട് വിടുന്നവരൊന്നും അല്ല ഞങ്ങള്. ഹൈക്കോടതിയിൽ വക്കീലന്മാര് ജാമ്യത്തിന് വേണ്ടി അണിനിരക്കുന്നുണ്ട് നാളെ തന്നെ. അത് കഴിഞ്ഞ് അച്ഛനെയും മോനെയും പച്ചയ്ക്ക് നിർത്തി വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കാൻ വരുന്നുണ്ട് ഞങ്ങൾ നിന്റെയൊക്കെ തറവാടിന്റെ അകത്തേക്ക്. സിംഹത്തെ സിംഹത്തിന്റെ മടക്കകത്ത് ചെന്ന് വേട്ടയാടും. അതാണ് ഞങ്ങൾ അന്നപൂർണയുടെ ഒരു രീതി. ഏട്ടന്മാരൊന്ന് നിൽക്കണം. അച്ഛനുണ്ടായിപ്പോയി, അല്ലെങ്കിൽ നീ അർഹിക്കുന്ന മറുപടി ഞാൻ പറഞ്ഞേനെ. നാവാണ് നമ്മുടെയൊക്കെ ശത്രു. വാക്ക്, അത് അച്ഛനും അമ്മയും ദേവതയുമാണ്. അത് മറന്നുപോകും നമ്മൾ പലപ്പോഴും. ചെറുപ്പമല്ലേ, അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടുണ്ട്. ബുദ്ധിയുടെ വിവേകത്തിൽ നിന്നും നാവിന്റെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ട് ഞാനും പലപ്പോഴും. അതുണ്ടാക്കുന്ന മനസ്സറിയാത്ത കുഴപ്പങ്ങൾ വേറെ. പക്ഷെ എന്റെ ആവേശം ഒരിക്കലും മറ്റൊരാളുടെ നാശത്തിന് വേണ്ടിയായിരുന്നില്ല. നീ ആഗ്രഹിക്കുന്നത് എന്റെയും എന്റെ അച്ഛന്റെയും തകർച്ചയാണ്. ബ്രദർ, വിധിക്കുന്നവൻ വിധിക്കപ്പെടും. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനും കാത്തിരിപ്പ് തുടങ്ങാണ്. എന്നെയും എന്റെ അച്ഛനെയും പച്ചയ്ക്ക് വിചാരണ ചെയ്യാൻ പൊരിവെയിലത്ത് നീ നിർത്താൻ വരുന്ന ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ജാമ്യം കിട്ടുന്നത് വരെയുള്ള ഇടവേളയ്ക്ക് ശേഷം വാ. ചന്ദ്രഗിരിയിൽ അർജുനൻ,
ഇവിടെ തന്നെ ഉണ്ടാവും. കാണാം. കണ്ടിരിക്കും. എന്താ സാറേ ഇവിടെ നിർത്തിയത്? ഉണ്ടായിരുന്ന ഇത്രയും കാലം ചോറ് തന്ന കൈക്ക് തന്നെ കൊത്തിയെങ്കിലും നിന്നെ ജയിലിലിട്ട് കഷ്ടപ്പെടുത്തണമെന്നാ അന്നപൂർണ്ണക്കാരുടെ ഓർഡർ. നീ പോയി രക്ഷപ്പെട്ടോ? വേറെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ സാറേ കോടതിയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ സകലരെ അവര് കൊന്നേനെ. ആയിക്കോട്ടെടോ, അതുകൊണ്ടല്ലേ പറഞ്ഞു പൊയ്ക്കോളാൻ. പൊയ്ക്കോ, പോയി രക്ഷപ്പെട്ടോ. അച്ഛനെ വെറുതെ വിട്ട ആ നിമിഷം കോടതി വളപ്പിൽ വെച്ച് തീർക്കേണ്ട കണക്കായത്. പക്ഷേ ജമാല് വിലക്കി. അച്ഛന്റെ മുന്നിൽ വെച്ച് പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അച്ഛൻ എന്റെ മുന്നിലില്ല, നീയും ഞാനും മാത്രം. തല്ലിയാൽ തിരിച്ചു തല്ലണം. പറയാനുള്ള കാര്യങ്ങൾ ചങ്കൂറ്റത്തോടെ മുഖത്ത് നോക്കി പറയണം. മീശ വെച്ചാൽ ആണാകില്ല, അതിന് വേറെയും വേണോടാ ചില ഗുണങ്ങൾ. നീ എന്റെ അച്ഛനെ തല്ലു അല്ലടാ. ബ്രദർ, തന്നേക്കാൾ മൂത്തവർ, തല നരച്ചവർ, തന്തയോളം മുതിർന്നവർ, അങ്ങനെയുള്ള തടിയില് നിന്റെ ഈ പെഴട്ട് കൈ കയറി പൊളക്കുമ്പോ ഓർക്കണം, നല്ല പ്രായത്തിൽ അവര് പറപ്പിച്ച ആൺമക്കളുണ്ടാവും തറവാട്ടിലെന്ന്. വന്ന് ഇതുപോലെ തൂത്ത് വാരിയിട്ട് പൊതുക്കാൻ. കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല, മനസ്സിന് തീരെ സുഖമില്ല ജമാലെ. എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ. എന്ത് ആപത്ത് വരാനാ? ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച ചെറുക്കന്മാർ വിചാരിച്ച മാധവേട്ടന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങ് ഇന്ന് ഒറ്റയ്ക്കല്ലല്ലോ, ഈ ചന്ദ്രഗിരി മൊത്തം അങ്ങയ്ക്കൊപ്പമില്ലേ? പിന്നെ അച്ചു. അതാണ് എന്റെ ഭയവും. എന്നെയല്ല, അവനെയാണ് അവർക്ക് നോട്ടം. ചക്രവ്യൂഹം ഭേദിച്ച അഭിമന്യു. പനക്കൽ പിതാവ് ഒരിക്കൽ അവനെ അങ്ങനെ വിശേഷിപ്പിച്ചു. പക്ഷേ ചക്രവ്യൂഹം ഭേദിക്കാനേ അഭിമന്യുവിന് കഴിഞ്ഞുള്ളൂ, പുറത്തു കിടക്കാൻ പറ്റിയില്ല. മോളെ, ശാരദയോട് പറയണം, പരദേവതാ ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജ നടത്തണം അച്ചുവിന്റെ പേരില്. പിന്നെ മൃത്യുഞ്ജയ ഹോമം ഗുരുവായൂർക്കും കൊടുത്തുവിടണം വഴിപാട് തുക. വിഘ്നങ്ങൾ തീർക്കാൻ ഒരു ബാണാസുര യുദ്ധം. നിർമ്മല ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അവര് നോക്കിയേനെ. യോഗം അല്ലാതെന്താ.